ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും കന്യകാ ജനനവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില പരാമർശങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനായിട്ട് ഇടയായത്. കന്യകാ ജനനം അല്ലെങ്കിൽ ജഡ അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതായ കാര്യം നാം ചിന്തിച്ചു. അതുപോലെ ക്രിസ്തുവിൻ്റെ ജഡ അവതാരത്തിലുള്ള ആശയം എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ ഇടയായി. ഒരേ സമയം തന്നെ ദൈവവും മനുഷ്യനുമായി ക്രിസ്തു കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ജഡാവതാരം അല്ലെങ്കിൽ കന്യകാജനനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ദൈവപുത്രൻ്റെ യഥാർത്ഥ മഹത്വം മാറ്റിവെച്ച് ഭൂമിയിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. തൻ്റെ ദൈവത്വമല്ല താൻ മാറ്റിവെച്ചത്, മറിച്ച് തൻ്റെ മഹത്വമാണ് താൻ മാറ്റിവെച്ചത് എന്നെല്ലാമുള്ളതായ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനിടയായത്. ഇന്ന് നാം ചിന്തിക്കുന്നതായ കാര്യം ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ സാക്ഷ്യം ആണ് നാം മനസ്സിലാക്കുവാൻ പോകുന്നത്. ദൈവവചനം ഈ ജഡാവതാരവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നതായ ചില സത്യങ്ങളെ നാം ഒന്ന് പരിശോധിക്കുവാനായി പോകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ഈ ജഡാവതാരത്തോടുള്ള ബന്ധത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് നിത്യമായ വചനം ജഡമായി തീർന്നു എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിത്യനായ ദൈവം ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വെളിപ്പെട്ടു എന്നുള്ളതായ ഒരു അർത്ഥത്തിലാണ് നമുക്ക് ആ ഭാഗം ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. നിത്യമായ വചനം, നിത്യനായ ദൈവം, അതായത് ആരംഭമില്ലാത്ത ആ ദൈവം ഒരു മാനുഷികമായ നിലയിലുള്ള ഒരാരംഭം കുറിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരനുഭവത്തെയാണ് ദൈവവചനം ജഡ അവതാരവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ഗലാത്യർ 4:4, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവിടെയും ജഡാവതാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ, എപ്പോഴാണോ സാക്ഷാൽ ദൈവം മനുഷ്യനായി പിറക്കേണ്ടുന്ന ആവശ്യകത ഉദിച്ചത്, ആ സമയത്ത് ദൈവം പദ്ധതിയിട്ട ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. അപ്പോൾ അവിടെ കന്യകാജനനത്തെ നാം കാണുകയാണ്. സ്ത്രീയിൽ നിന്ന്
ജനിച്ച ഒരു വ്യക്തിയായിട്ട് സാക്ഷാൽ ദൈവം മാറുന്ന ഒരനുഭവമായി ജഡാവതാരം, കന്യകാജനനം അവിടെ അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാണിക്കുകയാണ്. അതുപോലെ തന്നെ റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, റോമർ 8-ന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ഇവിടെയും ജഡാവതാരത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവപുത്രൻ, സാക്ഷാൽ ദൈവമായവൻ, പാപത്തിലല്ല വന്നത്, പാപമുള്ളവനായിട്ടല്ല താൻ വന്നത്, മറിച്ച് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവുമാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളതായ വസ്തുതയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനവ ജനതയുടെ പാപം നിമിത്തം പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ, ഒരിക്കലും താൻ ജനിച്ചത് പാപത്തിലല്ല. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനാൽ ഗർഭം ധരിച്ച അവസ്ഥയായിരുന്നില്ല കന്യക മറിയാമിന് സംഭവിച്ചത്, മറിച്ച് അതൊരു ദൈവപ്രവൃത്തിയായിരുന്നു. അപ്പോൾ യേശു പാപിയായിട്ടാണ് യേശു ജനിച്ചത് എന്ന് നമുക്ക് ഒരു രീതിയിലും പറയുവാനായിട്ട് കഴിയത്തില്ല. അവനിൽ പാപം ഇല്ലായിരുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, പാപം അറിയാത്തവൻ എന്നുള്ളതായ നിലയിലാണ് യേശുവിനെ ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. എന്നാൽ യേശു വന്നത് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ്. നമ്മെപ്പോലെ ഒരു മനുഷ്യനായി, അതെ, പാപജഡത്തിൻ്റെ ഒരു സാദൃശ്യം, ആ ഒരു രീതിയിൽ താൻ ഈ ഭൂമിയിൽ കടന്നു വരുവാനായിട്ടിടയായി. എന്നാൽ മാത്രമാണ് മാനവജനതയുടെ വീണ്ടെടുപ്പ് സാധ്യമാവുകയുള്ളൂ. ഒരു ദൈവത്തിന് ഒരു ദൈവമായി തന്നെ നിലകൊണ്ടാൽ തനിക്ക് മരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പാപങ്ങളുടെ പരിഹാരം അവിടെ നടക്കത്തില്ല. എന്നാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ആ മനുഷ്യൻ്റെ മരണം യാഥാർത്ഥ്യമാകുമ്പോഴാണ് പാപങ്ങളുടെ ശിക്ഷ അവിടെ യാഥാർത്ഥ്യമാകുന്നത്, പാപം പരിഹരിക്കപ്പെടുകയുള്ളൂ. ആയതിനാൽ പാപജഡത്തിൻ്റെ സാദൃശ്യം യേശു ക്രിസ്തു ഏറ്റെടുക്കേണ്ടത് അനിവാര്യമായിരുന്നു, അത്യാവശ്യമായിരുന്നു. അതുപോലെ തന്നെ മുഴുലോകത്തിൻ്റെയും പാപം നിമിത്തമാണ് യേശു ഇവിടെ ക്രിസ്തു ജഡത്തിൽ അവതരിക്കുവാൻ, ജഡത്തിൽ വരുവാൻ കാരണമായത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവപുത്രൻ പാപത്തിലല്ല, മറിച്ച് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവുമാണ് വന്നത് എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. 1 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 1 തിമോഥെയോസ് 3-ന്റെ 16-ാമത്തെ വാക്യം: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ സാക്ഷാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു എന്നുള്ളതായ നിലയിൽ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പരാമർശിക്കുകയാണ്. ഈ ജഡത്തിൽ സാക്ഷാൽ നിത്യനായ അദൃശ്യനായ ദൈവം
വെളിപ്പെട്ടു വരികയാണ്. കാണത്തക്ക വിധത്തിൽ, അനുഭവിക്കത്തക്ക വിധത്തിൽ, അനുഗമിക്കത്തക്ക വിധത്തിൽ വെളിപ്പെട്ടു വരുന്ന ഒരനുഭവമാണ് ജഡാവതാരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുവരെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമുക്കാർക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. എന്നാൽ ജഡാവതാരത്തിൽ ആ അദൃശ്യനായ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരനുഭവമായിട്ട് ജഡാവതാരം തീരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു. അപ്പോൾ ആ പരാമർശങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നേരത്തെ ഉണ്ടായിരുന്നവൻ ഇവിടെ ജഡത്തിൽ വന്നു. അപ്പോൾ നേരത്തെ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു നിലയിലായിരിക്കത്തില്ല പരാമർശിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായി എന്നൊക്കെയുള്ളതായ പദങ്ങളാണ് അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷേ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, അവൻ വന്നു എന്ന് പറയുമ്പോൾ അവൻ നേരത്തെ ഉണ്ടായിരുന്നവൻ രംഗപ്രവേശം ചെയ്യുന്നതായ ഒരനുഭവമായിട്ട് ജഡാവതാരം ഇവിടെ നിലകൊള്ളുകയാണ്. ഉണ്ടായിരുന്നു, എന്നാൽ രംഗപ്രവേശം, മറ നീക്കി മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരനുഭവം മാത്രമാണ് ജഡാവതാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ളതായ വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെയും ആ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഘടന നമ്മളൊന്ന് നോക്കുക. ദൈവരൂപത്തിൽ ഇരിക്കെ, അപ്പോൾ സാക്ഷാൽ ദൈവമായിരിക്കെ തന്നെ താൻ എന്ത് ചെയ്യുകയാണ്? ആ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ജഡാവതാരം എന്ന് പറയുമ്പോൾ നേരത്തെ ഇല്ലാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്നുണ്ടാവുകയല്ല, മറിച്ച് അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ താൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന, മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ, അനുഭവിക്കത്തക്ക രീതിയിൽ, അനുഗമിക്കത്തക്ക രീതിയിൽ പ്രത്യക്ഷനായി വരുന്ന ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ ഒരു പ്രക്രിയയാണ് ജഡാവതാരം എന്ന നിലയിൽ, കന്യകാജനനം എന്ന നിലയിൽ ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഈ ജഡാവതാരം നിലകൊള്ളുകയാണ്. കാരണം സാക്ഷാൽ ദൈവം ആരാണ് എന്ന് തന്നിലൂടെ വെളിപ്പെടുത്തുകയും ആ ദൈവം ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാനവ ജനതയുടെ പാപത്തിന് പരിഹാരമുണ്ടാവുകയും ആ പാപപരിഹാരം അനുഭവിച്ച് വിശ്വാസത്താൽ അത് സ്വീകരിച്ച് അതെ വീണ്ടും പാപത്തിൽ തുടരാതെ പാപത്തിൽ അകപ്പെടാൻ സാധ്യതയുള്ള ഈ ലോകത്ത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതെ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലും
ആശ്രയിച്ച് അവൻ്റെ നാമത്തിൽ അതേ അടിസ്ഥാനപ്പെട്ട് തന്നെ ആരാധിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആ കർത്താവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായ നിലയിൽ പാലിച്ചുകൊണ്ട് അന്ത്യം വരെയും വിശ്വസ്തയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ജഡാവതാരം സാധ്യമായില്ലായിരുന്നുവെങ്കിൽ നാം ഇന്നും പാപത്തിൽ തുടർന്നേനെ, പാപത്തിൽ മരിച്ചേനെ, പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നിത്യമരണം നമ്മെ തേടിയെത്തിയേനെ എന്നതിന് സംശയമില്ല. എന്നാൽ അവസ്ഥകളെ മാറ്റിയ, ഗതി മാറ്റിയ വലിയവനാകുന്ന ദൈവത്തിന് മുഴുവൻ മഹത്വവും അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.